ഗുഡ് മോർണിംഗ്. അടുത്ത സെക്ഷൻ 6.1 ഓയിലേറിയൻ ഗ്രാഫ്സ്. നമുക്കറിയാം ട്രെയിൽ എന്ന് പറഞ്ഞാൽ ഇസ് എ വോക്ക് ഇൻ വിച്ച് ഓൾ ദ എഡ്ജസ് ആർ ഡിസ്റ്റിങ്ക്റ്റ്. എഡ്ജസ് എല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരു വോക്കാണ് നമ്മൾ സാധാരണ ട്രെയിൽ എന്ന് പറയുന്നത്. അതിൽ വെർട്ടിസ് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം, പക്ഷേ എഡ്ജസ് എല്ലാം വ്യത്യസ്തങ്ങളായിരിക്കണം. In a trail, any edge is traversed or described exactly once through the graph. അപ്പോൾ നമ്മളൊരു ഗ്രാഫിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുക, ട്രാവേഴ്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ, ട്രെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരെഡ്ജിലൂടെ ഒരു പ്രാവശ്യം പോകാൻ പറ്റും. എക്സാക്ട്ലി വൺസ് ഒരു പ്രാവശ്യം പോകും. ഇൻ എ ട്രെയിൽ any edge is traversed or described exactly once through the graph. Okay. An Euler trail is a graph. An Euler trail in a graph is a spanning trail in G that contains all the edges of G. Euler trail എന്ന് പറയുമ്പോൾ പിന്നെ എല്ലാ എഡ്ജിലും പോകണം, എല്ലാ എഡ്ജും കണ്ടെയ്ൻ ചെയ്യുന്ന ട്രെയിലായിരിക്കണം, എല്ലാ വെർട്ടിസും കണ്ടെയ്ൻ ചെയ്യുന്ന ട്രെയിലായിരിക്കണം. അതാണ് ഓയിലർ ട്രെയിൽ ഇൻ എ ഗ്രാഫ് ഈസ് എ സ്പാനിങ് ട്രെയിൽ, മീൻസ് ദാറ്റ് ട്രെയിൽ കണ്ടെയ്ൻസ് ഓൾ ദ വെർട്ടിസസ് ആൻഡ് ഓൾ ദ എഡ്ജസ് ഓൾസോ. എല്ലാ എഡ്ജസ് ഉണ്ടാവും. അതാണ് ഓയിലർ ട്രെയിൽ. അപ്പോൾ ഓയിലർ ട്രെയിൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ക്യാൻ സ്റ്റാർട്ട് ഫ്രം എ വെർട്ടക്സ്. ഒരു വെർട്ടക്സ് തുടങ്ങും, പിന്നെ ബാക്കിയുള്ള എഡ്ജിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ വിചാരിക്കും, പോവും. പക്ഷേ ഒരെഡ്ജിലൂടെ ഒരു പ്രാവശ്യം മാത്രം, കൃത്യമായിട്ട് ഒരു പ്രാവശ്യം മാത്രം പോകും. എല്ലാ എഡ്ജിലൂടെയും പോവും, എല്ലാ എഡ്ജിലൂടെയും കൃത്യമായിട്ട് ഒരു പ്രാവശ്യം മാത്രം പോവും. ആൻഡ് ഗോ ത്രൂ ഓൾ ദ വെർട്ടിസസ്, എല്ലാ വെർട്ടിസിലൂടെയും പോവും. ആൻഡ് എൻഡ് അറ്റ് എ വെർട്ടക്സ്, ഏതെങ്കിലും ഒരു വെർട്ടക്സിൽ എൻഡ് ചെയ്യും. ഇതാണ് ഓയിലർ ട്രെയിൽ എന്ന് പറഞ്ഞത്. ഓയിലർ ട്രെയിൽ എന്ന് പറയുമ്പോൾ ഒരു ഗ്രാഫിലെ എല്ലാ വെർട്ടിസും വേണം, എല്ലാ എഡ്ജസും വേണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വെർട്ടക്സ് സ്റ്റാർട്ട് ചെയ്യുമല്ലോ, എന്നിട്ട് ഓരോ എഡ്ജിലും ഏതെങ്കിലും ഒരു വെർട്ടക്സ് സ്റ്റാർട്ട് ചെയ്യുക, എല്ലാ എഡ്ജിലും പോകണം, ഓരോ എഡ്ജിലും ഒരു പ്രാവശ്യം പോകും, എല്ലാ എഡ്ജിലും പോവുകയും വേണം, എന്നിട്ട് ഏതെങ്കിലും ഒരു വെർട്ടക്സിൽ അവസാനിക്കണം, എല്ലാ വെർട്ടക്സും കവർ ചെയ്യുകയും വേണം. ഇതാണ് ഓയിലർ ട്രെയിൽ എന്ന് പറയുന്നത്. ഓയിലർ ടൂർ എന്ന് പറയുന്നത് ഇൻ എ ഗ്രാഫ് ജി ഈസ് എ ക്ലോസ്ഡ് ഓയിലർ ട്രെയിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് തുടങ്ങി അവിടെ തന്നെ തിരിച്ചു വരണം, അതേ വെർട്ടക്സ് തിരിച്ചു വരണം, ക്ലോസ്ഡ് ആയിരിക്കണം. അതിനിടയിൽ എല്ലാ എഡ്ജിലും ഒരേ ഒരു പ്രാവശ്യം മാത്രം പോകണം, എല്ലാ വെർട്ടിസിലും പോകണം. അതാണ് നമ്മുടെ ഓയിലർ ടൂർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഗ്രാഫ് ഓയിലേറിയൻ ആവണമെങ്കിൽ അതിലൊരു ഓയിലർ ടൂർ വേണം, മനസ്സിലായില്ലേ? അപ്പോൾ ഡെഫിനിഷൻ പ്രകാരം ഒരു ഓയിലേറിയൻ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അത് കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കും. കാരണം എല്ലാ വെർട്ടിസിലും പോകണം, എല്ലാ എഡ്ജിലും പോകണം എന്ന് പറഞ്ഞാൽ അത് ഗ്രാഫ് കണക്ട് ആയിരിക്കും. ഗ്രാഫ് ഡിസ്കണക്ട് ആണെങ്കിൽ ഒരു കോമണിൽ നിന്ന് മറ്റേ കോമണിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്താണ്, ഒരു ഓയിലേറിയൻ ഗ്രാഫ് ഈസ് നെസസറിലി കണക്റ്റഡ് ആയിരിക്കും. ഇനി ഒരു ഗ്രാഫ് ഓയിലേറിയൻ ആണെങ്കിൽ അതിനൊരു ഓയിലർ ടൂർ ഉണ്ടാവും. ഇൻ ദ സെൻസ് ദാറ്റ് ദ ഗ്രാഫ് ക്യാൻ ബി ഡിസ്ക്രൈബ്, അത് ഗ്രാഫ് നമുക്ക് വരയ്ക്കാൻ പറ്റും ബൈ സ്റ്റാർട്ടിങ് ഫ്രം എനി വെർട്ടക്സ്. ഏതെങ്കിലും ഒരു വെർട്ടക്സ് തുടങ്ങിയിട്ട് ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. ആൻഡ് ക്രോസ് ഓൾ ദ എഡ്ജസ് എക്സാക്ട്ലി വൺസ് ആൻഡ് ടച്ച് ഓൾ ദ വെർട്ടിസസ് ആൻഡ് കം ബാക്ക് ടു ദ സെയിം വെർട്ടക്സ്. തിരിച്ച് അതേ വെർട്ടക്സിൽ വരാനും പറ്റും. ഇതാണ് ഒരു ഓയിലേറിയൻ ഗ്രാഫ് ആകുമ്പോഴുള്ള പ്രത്യേകത. ഒരു ഓയിലിയൻ ഗ്രാഫിൽ നമുക്ക് ഏതെങ്കിലും ഒരു വെർട്ടക്സിന് സ്റ്റാർട്ട് ചെയ്യാം. ഓയിലർ ടൂർ ഇൻ ദ സെൻസ് ദാറ്റ് ജി ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് അല്ലെങ്കിൽ ജി ക്യാൻ ബി ഡ്രോൺ ബൈ സ്റ്റാർട്ടിങ് ഫ്രം എനി വെർട്ടക്സ്. ഏതെങ്കിലും ഒരു വെർട്ടക്സ് തുടങ്ങാം, എന്നിട്ട് എല്ലാ എഡ്ജും ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. പക്ഷേ ഒരു എഡ്ജിൽ ഒരു പ്രാവശ്യം മാത്രം വരയ്ക്കുക. അപ്പോൾ പെന്ന് കൊണ്ട് വരയ്ക്കുകയാണെങ്കിൽ ഒരു വെർട്ടക്സ് തുടങ്ങി ഇങ്ങനെ പെന്നുകൊണ്ട് വരയ്ക്കും. പെന്ന് നമുക്ക് പേപ്പറിന് പൊക്കേണ്ട ആവശ്യമില്ല. എല്ലാ എഡ്ജിലും ഒരേ ഒരു പ്രാവശ്യം മാത്രം വരച്ചിട്ട് എല്ലാ വെർട്ടക്സും ടച്ച് ചെയ്ത് തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ എത്താൻ പറ്റും. അതാണ് ഓയിലേറിയൻ ഗ്രാഫിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോസിബിൾ ആവണമെങ്കിൽ ആ ഗ്രാഫിൽ ഓഡ് ഡിഗ്രി വെർട്ടിസ് ഉണ്ടാവാൻ പാടില്ല. ഗ്രാഫ് കണ്ടെയ്ൻസ് നോ ഓഡ് ഡിഗ്രി വെർട്ടിസസ്. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇങ്ങനെ ഒരു ഓയിലേറിയൻ ഗ്രാഫ് ആണെങ്കിൽ അതിൽ നമുക്ക് എന്തുണ്ടാവില്ല, ഓഡ് ഡിഗ്രി വെർട്ടിസസ് ഉണ്ടാവില്ല. ഓഡ് ഡിഗ്രി വെർട്ടിസ് ഉണ്ടെങ്കിൽ ഇത് പോസിബിൾ അല്ല. ഈ പറഞ്ഞ രീതിയിൽ ഓയിലർ ടൂർ ഉണ്ടാവില്ല എന്നുള്ള മനസ്സിലാക്കുക. ഇവിടെ ഒരു ഗ്രാഫ് ഉണ്ട്. ഈ ഗ്രാഫ് ഓയിലേറിയൻ ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് V0 എന്ന് പറഞ്ഞ വെർട്ടക്സ് സ്റ്റാർട്ട് ചെയ്താൽ
V0 നിന്ന് V6 ഉണ്ടോ, ഇവിടെ തുടങ്ങി V6ലേക്ക് വരച്ചു. പിന്നെ V6 നിന്ന് V4ലേക്ക് വരച്ചു. V4 നിന്ന് V5ലേക്ക് വരച്ചു. V5 നിന്ന് വീണ്ടും V6ലേക്ക് വരച്ചു. കുഴപ്പമില്ല, വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, ട്രെയിലാണല്ലോ. വീണ്ടും V1ലേക്ക് പോയി, V2 വന്നു, V3 വന്നു, V0 വന്നു, തിരിച്ചെത്തി. അപ്പോൾ തുടങ്ങിയതിന് അപ്പോൾ ഗ്രാഫ് നമ്മൾ വരച്ചു. നമുക്ക് പെന്നെടുക്കാതെ ഈ ഗ്രാഫ് ഒരു സ്ഥലത്ത് തുടങ്ങി ഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. കണ്ടോ, തിരിച്ചവിടെ തന്നെ വന്നു. അപ്പോൾ എല്ലാ എഡ്ജിലും പോയി, എല്ലാ എഡ്ജിലും പോയി, ഓരോ എഡ്ജിലും എക്സാക്ട്ലി വൺസ് ആണ് പോയത്, തിരിച്ച് വന്നു. ഇതൊരു ഓയിലർ ടൂറാണ്. അപ്പോൾ ഗ്രാഫ് തീർച്ചയായിട്ടും കണക്റ്റഡ് ആയിരിക്കും. എല്ലാ വെർട്ടിസിനും ഡിഗ്രി ഈവൺ ആയിരിക്കും. ഇതിൽ ഓഡ് ഡിഗ്രി വെർട്ടിസ് ഉണ്ടാവില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് കോനിഗ്സ്ബർഗ് പ്രോബ്ലം നോക്കാം. കോനിഗ്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലം എന്ന് പറയാം. കോനിഗ്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലം. അപ്പോൾ ഇത് ഏകദേശം വർഷങ്ങൾക്ക് മുൻപ് 1736 ആണിത്. 1736 ഓയിലർ എന്ന് പറഞ്ഞ മാത്തമാറ്റീഷ്യനാണ് ഇങ്ങനൊരു പ്രോബ്ലം അത് സെറ്റിൽ ചെയ്തത്. അതായത് ഇൻ ദ സിറ്റി ഓഫ് കോനിഗ്സ്ബർഗ് എന്ന സിറ്റിയിൽ 7 ബ്രിഡ്ജസ് ഉണ്ട്. ആ 7 ബ്രിഡ്ജസ് കണക്ട് ചെയ്യുന്നത് ഒരു റിവറിലെ, പ്രേഗൽ എന്ന് പറഞ്ഞ റിവറിലെ 2 ഐലൻഡ്സ് തമ്മിലും ആ റിവറിൻ്റെ 2 ബാങ്ക്സ് തമ്മിൽ, കരകൾ തമ്മിൽ, CD എന്ന് പറഞ്ഞ പേര് കൊടുക്കാൻ നമുക്ക് കരയ്ക്ക്. ഈ പ്രേഗൽ റിവറിൻ്റെ ഈ റിവർ വിചാരിക്കുക, അതിൻ്റെ 2 കര, ഇത് CD, 2 ബാങ്ക്സ്, പിന്നെ അതിനുള്ളിൽ 2 ഐലൻഡ്സ് എയും ബിയും. ഇപ്പോൾ തമ്മിൽ 7 ബ്രിഡ്ജസ് ഈ രീതിയിലാണ് കണക്ട് ചെയ്തത്. അതായത് ഈ ബാങ്ക് തമ്മിൽ ഈ എ എന്ന് പറഞ്ഞ ഐലൻഡ് ആണെങ്കിൽ അത് തമ്മിൽ 4 ബ്രിഡ്ജ് ഉണ്ട് ടു ദ ബാങ്ക്സ്. സിയിലേക്ക് 2, ഒരു കരയിലേക്ക് 2, മറ്റേ കരയിലേക്ക് 2. അതുപോലെ മറ്റേ ഐലൻഡിൽ നിന്ന് ഓരോ ബ്രിഡ്ജ് ഉണ്ട്. ഇങ്ങനെ 6 എണ്ണമല്ല. പിന്നെ ഇവ തമ്മിലൊരു ബ്രിഡ്ജ് ഉണ്ട്. ഇങ്ങനെ 7 ബ്രിഡ്ജാണുള്ളത്. അറ്റ് ദാറ്റ് ടൈം ദ പ്രോബ്ലം വാസ് ടു ക്രോസ് ഓൾ ദ 7 ബ്രിഡ്ജസ് എക്സാക്ട്ലി വൺസ്. നമുക്ക് ആ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു പ്രോബ്ലം വന്നു, എല്ലാ ബ്രിഡ്ജിലും ഒരേ ഒരു പ്രാവശ്യം മാത്രം പോയിട്ട് ക്രോസ് ചെയ്യണം. എന്നിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നുകിൽ ലാൻഡ് ഏരിയ എന്നല്ലേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ഒന്നുകിൽ എ എന്നല്ലേ ബി എന്ന്, 2 ഐലൻഡ്, അല്ലെങ്കിൽ 2 കരയിൽ നിന്ന്, 4 സ്ഥലത്ത് നിന്ന് എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാ എഡ്ജിലും ഒരേ ഒരു പ്രാവശ്യം മാത്രം പോയിട്ട് തിരിച്ച് തുടങ്ങിയിട്ട് തന്നെ വരണം. കമ്മിങ് ബാക്ക് ടു ദ സെയിം ലാൻഡ് ഏരിയ. ഇതായിരുന്നു പ്രോബ്ലം. അപ്പോൾ ഈ ആൾക്കാർക്ക് ഇത് സെറ്റിൽ ചെയ്യാൻ, ആൾക്കാരിങ്ങനെ നടന്നൊക്കെ നോക്കി, പക്ഷേ ഇത് സാധിക്കുന്നില്ല. അപ്പോൾ ഇൻ 1736 ഓയിലർ സെറ്റിൽ ദ പ്രോബ്ലം ഇൻ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ സാധിക്കില്ല എന്നാണ് അയാൾ കാണിച്ചത്. ഈ ഫൗണ്ട് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ബൈ ഷോയിങ് ദ നോൺ എക്സിസ്റ്റൻസ് ഓഫ് സച്ച് എ ടൂർ. ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല എന്ന് അയാൾ കാണിച്ചു. ലേറ്റർ ഇറ്റ് ഈസ് കോൾഡ് ഓയിലർ ടൂർ. The problem was converted into a graph on 4 vertices representing the land areas. 2 ഐലൻഡ്സും 2 ബാങ്ക്സും ഇങ്ങനെ 4 വെർട്ടിസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തു. അതുപോലെ ഈ ബ്രിഡ്ജസിനെ എഡ്ജസ് ആയിട്ടും റെപ്രസെൻ്റ് ചെയ്തു. അങ്ങനെ ഈ ഗ്രാഫ് ഇങ്ങനെയായിട്ട് മാറുകയാണ്. ഈ ഗ്രാഫായിട്ട് മാറും. കാരണം ഇതാണ് 2 ഐലൻഡ്, എയും ബിയും. ഇത് 2 ബാങ്ക്സ് സിയും ഡിയും. അപ്പോൾ എയും സിയും തമ്മിൽ 2 ബ്രിഡ്ജ് ഉണ്ട്, എയും ഡിയും തമ്മിൽ 2 ബ്രിഡ്ജ് ഉണ്ട്. അതുപോലെ ബിയും സിയും തമ്മിൽ 1 ബ്രിഡ്ജ് ഉണ്ട്, ബിയും ഡിയും തമ്മിൽ 1 ബ്രിഡ്ജ് ഉണ്ട്, പിന്നെ എയും ബിയും തമ്മിൽ 1. ഇങ്ങനെയാണ് ഈ ഗ്രാഫ്. ഈ ഗ്രാഫിൽ ഓഡ് ഡിഗ്രി വെർട്ടിസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിലെല്ലാ വെർട്ടിസും ഓഡ് ഡിഗ്രിയാണ്. പക്ഷേ ഓരോ ഓഡ് ഡിഗ്രി വെർട്ടിസ് വന്നാൽ തന്നെ ഈ പറഞ്ഞ പ്രോബ്ലം ഓയിലർ ടൂർ ഉണ്ടാവില്ല എന്ന് ഓയിലർ കാണിച്ചു. ദ എക്സിസ്റ്റൻസ് ഓഫ് ഓഡ് ഡിഗ്രി വെർട്ടിസസ് കാനോട്ട് ഗീവ് റൈസ് ആൻ ഓയിലർ ടൂർ എന്നുള്ള കാര്യമാണ് ഓയിലർ അന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്രോബ്ലത്തിന് കോനിഗ്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലം എന്ന് പറയും. അപ്പോൾ ശരിക്ക് ഈ പറയുന്ന ഗ്രാഫ് തിയറിൻ്റെ ഒറിജിൻ ഈ പ്രോബ്ലത്തിൽ നിന്നാണ് വരുന്നതാണ് അറിയപ്പെടുന്നത്. എനിവേ, ഇങ്ങനെ ഒരു ഡിസ്ക്രൈബ് കോനിഗ്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതണം. ഓക്കെ, അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ്. ഫോർ എ കണക്റ്റഡ് ഗ്രാഫ് ജി ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഈക്വലൻറ്റ്. 3 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഒരു കണക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് ഈക്വലൻ്റ് ആണ്. ജി എന്ന് പറഞ്ഞ ഗ്രാഫ് ഓയിലേറിയൻ ആണെങ്കിൽ എല്ലാ വെർട്ടിസിനും ഡിഗ്രി ഈവൺ ആയിരിക്കും. പിന്നെ ജി ഈസ് എൻ എഡ്ജ് ഡിസ്ജോയിൻറ്റ് യൂണിയൻ ഓഫ് സൈക്കിൾസ് ആയിരിക്കും. ഈ ഗ്രാഫിനെ കുറേ സൈക്കിൾസിൻ്റെ യൂണിയനായിട്ട് എഴുതാൻ പറ്റും. ഈ സൈക്കിൾസിലൊന്നും കോമൺ എഡ്ജ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള കുറേ സൈക്കിൾസിൻ്റെ യൂണിയനായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയും എന്നുള്ള ഈ 3 കാര്യങ്ങൾ ഈക്വലൻ്റ് ആണ്. ഒന്ന് അറിയെങ്കിൽ മറ്റേതിന് ഇംപ്ലൈ ചെയ്യും.
ജി ഓയിലർ ആണെങ്കിൽ നമുക്കിത് 1 implies 2 പ്രൂവ് ചെയ്യാൻ പറ്റും, 2 implies 3 പ്രൂവ് ചെയ്യാൻ പറ്റും, 3 implies 1 പ്രൂവ് ചെയ്യാം. അങ്ങനെയാണ് ഇവിടെ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് അറിയെങ്കിൽ മറ്റത് ഇംപ്ലൈ ചെയ്യും. 1 അറിയെങ്കിൽ 3 ശരിയായിരിക്കും. കാരണം 1 implies 2, 2 implies 3 എന്നിങ്ങനെ വരുമല്ലോ. അപ്പോൾ 1ഉം 3ഉം കിട്ടും, അവിടെ 3ഉം 1ഉം കിട്ടും. അങ്ങനെ അങ്ങോട്ടൊക്കെ ഇത് ഏത് രണ്ട് ഈക്വലൻ്റ് ആണ്. അല്ലെങ്കിൽ ഒരു പിന്നെ കണക്റ്റഡ് ഗ്രാഫിൽ എല്ലാ വെഡ്സിനും ഡിഗ്രി ഈവൺ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഗ്രാഫ് ഓയിലേറിയനായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണക്റ്റഡ് ഗ്രാഫ് ഓയിലേറിയാണെങ്കിൽ എല്ലാ വെഡ്സിനും ഡിഗ്രി ഈവൺ ആയിരിക്കും. ഒരു കണക്റ്റഡ് ഗ്രാഫ് ഓയിലേറിയനാണെങ്കിൽ അതിന് എഡ്ജ് ഡിസ്റ്റൻസ് യൂണിയൻ ഓഫ് സൈക്കിൾസ് ആയിട്ട് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇത് 3 ഈക്വലൻ്റ് ആണ്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യുന്നത് 1 implies 2 പ്രൂവ് ചെയ്യും, പിന്നെ 2 implies 3 പ്രൂവ് ചെയ്യും, പിന്നെ 3 implies 1 പ്രൂവ് ചെയ്യും. ഓക്കെ, 1 implies 2 ആണ് ആദ്യം പ്രൂവ് ചെയ്യുന്നത്. സപ്പോസ് ജി സോയിൽ അതാണ് 1 ഓയിലറാണ് വിചാരിക്കുക. അപ്പോൾ പ്രൂവ് ചെയ്യേണ്ട എല്ലാ വെഡ്സിനും ഡിഗ്രി ഈവൺ ആണെന്ന് പ്രൂവ് ചെയ്യണം. ആൻഡ് ലെറ്റ് ടി പി ഓയിലർ ടൂർ, ഒരു ടൂർ ഉണ്ടാവില്ല, ഓയിലർ ടൂർ ഉണ്ടാവില്ല ഓയിലറായതുകൊണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വെർട്ടെക്സ് B0 എന്ന് വിചാരിക്കുക. ഒരു B0 സ്റ്റാർട്ട് ചെയ്യാണ്, അത് ഓയിലർ ടൂർ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു വെർട്ടെക്സ് B0 എന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാ വെഡ്സും ഉണ്ട് ടിയിൽ, കാരണം ഓയിലർ ടൂർ ആകുമ്പോൾ എല്ലാ വെഡ്സും ഉൾപ്പെടണം. ആൻഡ് ഓൾ എഡ്ജസ്, എല്ലാ എഡ്ജസും ഉണ്ടാവും. അതുകൊണ്ട് ഡിഗ്രി നമുക്ക് എവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം? ഇതിൽ വരുന്ന വെഡ്സിൽ നിന്ന് തന്നെ നമുക്ക് ഡിഗ്രി കാൽക്കുലേറ്റ് ചെയ്യാം. ഡിഗ്രീസ് ഓഫ് ദി വെഡ്സസ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം ടി ഇറ്റ്സെൽഫ്. കാരണം ടിയിൽ നിന്ന് തന്നെ കിട്ടും. കാരണം ടിയിൽ എല്ലാ എഡ്ജും ഉണ്ട്, എല്ലാ വെഡ്സും ഉണ്ട്, എല്ലാ വെഡ്സും ഉണ്ട്, എല്ലാ എഡ്ജും ഉണ്ട്. അതുകൊണ്ട് ഡിഗ്രിയൊക്കെ ഈ ഇതിൽ നിന്ന് തന്നെ എല്ലാ വെഡ്സും ഉണ്ട്, അതിൽ എല്ലാ എഡ്ജും ഉള്ളതുകൊണ്ട് നമുക്ക് എഡ്ജ് ഉപയോഗിച്ചാണല്ലോ ഡിഗ്രി ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാ വെഡ്സിൻ്റെയും ഡിഗ്രി ഈ ടിയിൽ നിന്ന് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എനി വെർട്ടെക്സ് B0 = V0. V0 സ്റ്റാർട്ട് ചെയ്തു, പിന്നീട് അങ്ങോട്ട് വരുന്ന ഓരോ വെർട്ടെക്സിലും സ്ഥിതി എന്താണെന്ന് വെച്ചാൽ പിന്നെ ടിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെയുള്ള ഓരോ വെർട്ടെക്സിലും ആദ്യം എൻ്റർ ചെയ്യും, പിന്നെ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യണം. ഓരോ വെർട്ടെക്സിനും കയറി ഇറങ്ങണമല്ലോ. അങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ 2 ഡിഗ്രി ആവും, 2 ഡിഗ്രി ആവും. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ ചിലപ്പം വീണ്ടും അതിൽ തന്നെ വരാം, കാരണം വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യാമല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ 4 ഡിഗ്രി ആവും, ചിലപ്പോൾ 6 ഡിഗ്രി ആവും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈച്ച് ടൈം ടി എൻഡേഴ്സ് വി ഇറ്റ് എക്സിറ്റ്സ് വി. അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യും. കാരണം എന്താ? തിരിച്ച് പോകണമല്ലോ, തിരിച്ച് തുടങ്ങിയിട്ട് തന്നെ പോകണ്ട. അപ്പോൾ എക്സിറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ തുടങ്ങിയ B0 ഒഴികെ ബാക്കി ഏത് വെർട്ടെക്സിലേക്ക് അത് എൻ്റർ ചെയ്യും, അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യണം. കാരണം ടു കം ബാക്ക് ടു ഒറിജിനൽ തുടങ്ങിയിട്ട് തന്നെ തിരിച്ചു വരണ്ടേ. അപ്പോൾ ഈച്ച് ടൈം എ ഡിഗ്രി ഓഫ് 2 ഈസ് അക്കൗണ്ടഡ് ഫോർ ബി. അങ്ങനെയുള്ള വെർട്ടെക്സിന് ഓരോ പ്രാവശ്യവും 2 ഡിഗ്രി കൂട്ടും. മനസ്സിലായില്ലേ? പിന്നെ വേറെ സമയത്ത് അതിൽ വന്നാൽ അതിൽ എൻ്റർ ചെയ്യുന്നു, എക്സിറ്റ് ചെയ്യുന്നു, എഡ്ജ് വേറെ വേറെയും. കാരണം നമുക്ക് എഡ്ജ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. നേരത്തെ വന്ന എഡ്ജിലൂടെ വരാനോ നേരത്തെ വന്ന എഡ്ജിലൂടെ എക്സിറ്റ് ചെയ്യാൻ പിന്നെ പറ്റില്ല, കാരണം എഡ്ജ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് വേറെ 2 ഡിഗ്രി എക്സ്ട്രാ വരും. ഇങ്ങനെ ചിലപ്പോൾ 3ാമത്തെ പ്രാവശ്യം അതിൽ വന്നാൽ 6 ഡിഗ്രി ആവും. എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഡിഗ്രി ഈവൺ ആയിരിക്കും. ഓക്കെ, ഡിഗ്രി ഈവൺ ആയിരിക്കും. ഇനി V0 കാര്യം പറഞ്ഞാൽ V0 കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ്. ഈച്ച് ടൈം ടി മൂവ്സ് ഔട്ട് ഇറ്റ് മസ്റ്റ് ബാക്ക്. ഓരോ പ്രാവശ്യം V0 നിന്ന് ഔട്ട് ചെയ്താൽ V0 തന്നെ തിരിച്ച് വരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് V0 ഡിഗ്രിയും ഈവൺ തന്നെയായിരിക്കും. V0 ഒരു പ്രാവശ്യം ഒന്നും ആയിരിക്കില്ല. V0 തന്നെ ചിലപ്പം തിരിച്ച് വന്നിട്ട് പിന്നെ വേറെ പോയിട്ടൊക്കെ വരാം, പ്രശ്നമല്ല. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം മാത്രമേ V0 സ്റ്റാർട്ട് ചെയ്ത് V0 തന്നെ അവസാനിക്കും. എങ്ങനെയായാലും V0 ഡിഗ്രി ഈവൺ ആയിരിക്കും. ദസ് ഓൾ ദ വെഡ്സ് ആർ ഓഫ് ഡിഗ്രി ഈവൺ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ റിസൾട്ട് വിച്ച് പ്രൂവ്സ് 2. അപ്പോൾ 1 implies 2 ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്. ഇനി തിരിച്ച് രണ്ടാമത്തെ കാര്യം 2 implies 3 പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. സപ്പോസ് 2 ഹോൾസ് എന്ന് പറഞ്ഞാൽ എല്ലാ വെഡ്സിൻ്റെയും ഡിഗ്രി ഈവൺ ആണ്. എല്ലാ വെഡ്സിൻ്റെയും ഡിഗ്രി ഈവൺ ആണ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി 0 ഒരിക്കലും വരില്ല. കാരണം എന്താ വെച്ചാൽ കണക്റ്റഡ് ഗ്രാഫ് അല്ലേ. കണക്റ്റഡ് ഗ്രാഫ് ആകുമ്പോൾ ഒരു വെർട്ടെക്സ് ഒറ്റയ്ക്ക് നിൽക്കില്ല, ഡിസ്കണക്റ്റ് ആയിപ്പോലെ. ഒരു വെർട്ടെക്സ് ഒറ്റയ്ക്ക് നിന്നാൽ ഡിഗ്രി 0 ആയാലും ഡിസ്കണക്റ്റ് ആയിപ്പോലെ. അപ്പോൾ കണക്റ്റഡ് ആയ ഗ്രാഫ് എന്ന് കോമൺ ആയിട്ടുള്ള അസംഷൻ ഉള്ളതുകൊണ്ട് എല്ലാ വെഡ്സിൻ്റെയും ഡിഗ്രി ഈവൺ ആയതുകൊണ്ട് അതിൽ മിനിമം ഡിഗ്രി 2ൽ കൂടുതലായിരിക്കും. ഡെൽറ്റ സ്മോൾ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 2 ആയിരിക്കും. അങ്ങനെ സ്മോൾ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 2 ആണെങ്കിൽ ആ ഗ്രാഫിൽ ഒരു സൈക്കിൾ ഉണ്ടാവും എന്നുള്ള റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജി കണ്ടെയ്ൻസ് സൈക്കിൾ C1. ഒരു C1 എന്ന് പറഞ്ഞ സൈക്കിൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ സൈക്കിളിൻ്റെ എഡ്ജസ് മാത്രം അങ്ങ് ഡിലീറ്റ് ചെയ്താലേ വെർട്ടെക്സ് അവിടെ നിന്ന് പറഞ്ഞേ. ഫ്രം G - E of C1 റിമൂവ് ദ ഐസൊലേറ്റഡ് വെർട്ടിസസ് ഇഫ് എനി. അപ്പോൾ ആദ്യം G - E of C1. ഇപ്പോൾ ഇവിടെ ഈ എക്സാമ്പിൾ ഈ ഫിഗർ നോക്കുക. ആദ്യം നമ്മൾ ഈ C1 എന്ന് പറഞ്ഞ സാധനത നോക്കുക. ജിയിൽ C1 ഇതാണ് ഈ ഹൈലൈറ്റ് ചെയ്ത് ഇത് C1 ആണ്. സൈക്കിൾ ഉണ്ടാവും ഗ്രാഫിൽ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ എഡ്ജ് മാത്രം ഈ 3 എഡ്ജ് മാത്രം ഡിലീറ്റ് ചെയ്ത് ഇങ്ങനെ വരും. അപ്പോൾ ഈ വെർട്ടെക്സ് അവിടെ നിൽക്കും.
എന്ത് പറയുന്നുണ്ട്, അതിൽ നിന്ന് ഈ ഐസൊലേറ്റഡ് വെർട്ടെക്സും ഡിലീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ ഐസൊലേറ്റഡ് വെർട്ടെക്സും ഡിലീറ്റ് ചെയ്താൽ ഗ്രാഫ് ഇങ്ങനെയാവും. മനസ്സിലായി? പിന്നെ അതിനുശേഷം എല്ലാത്തിനും ഡിഗ്രി 2 കൂടുതലായിരിക്കും. ഐസൊലേറ്റഡ് വെർട്ടെക്സ് ഉണ്ടാകുമ്പോൾ ഡിഗ്രി 0 ആവില്ലേ? അത് ഒഴിവാക്കാനാണ് ഫ്രം ജി മൈനസ് ഇ ഓഫ് C1. ജിയിൽ നിന്ന് ഇ ഓഫ് C1 കുറച്ച് ഇതാ വരിക. അതിന് ശേഷം ഡിഗ്രി 0 ഉള്ള വെർട്ടെക്സ് ഉണ്ടാവും, അതും ഇല്ലാണ്ടിരിക്കാൻ അതും റിമൂവ് ചെയ്യണമെന്ന് പറയുന്നത്. ഫ്രം ജി മൈനസ് ഇ ഓഫ് C1 ഡിലീറ്റ് ദ ഐസൊലേറ്റഡ് വെർട്ടെക്സ് ഓൾസോ, അതും റിമൂവ് ചെയ്താൽ ബാക്കി എല്ലാത്തിനും ഡിഗ്രി എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. എഗെയിൻ സൈക്കിൾ ഉണ്ടാവും. ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ 2 ആണെങ്കിൽ, മിനിമം ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ 2 ആണെങ്കിൽ സൈക്കിൾ ഉണ്ടാവും. അപ്പോൾ എഗെയിൻ വേറെ സൈക്കിൾ C2 ഉണ്ടാവും. ഇതാണ് C2. പിന്നെ C2 റിമൂവ് ചെയ്യാം. C2 റിമൂവ് ചെയ്താൽ 3 ഐസൊലേറ്റഡ് വെർട്ടെക്സ് ഉണ്ട്, അതും റിമൂവ് ചെയ്യാം. അപ്പോൾ എംറ്റി ആവും, അവസാനം എംറ്റി ആവും. എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം എഡ്ജ് റിമൂവ് ചെയ്തിട്ടാണ് ശേഷമാണ് വേറൊരു സൈക്കിൾ ഉണ്ടാവുന്നത്. അതും റിമൂവ് ചെയ്തതിന് ശേഷമാണ് വേറൊരു സൈക്കിൾ ഉണ്ടാവുന്നത്. ഇങ്ങനെ ഗ്രാഫ് എംറ്റി ആവുമെന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഗ്രാഫിൻ എങ്ങനെയാണ്? ഇങ്ങനെയുള്ള കുറേ സൈക്കിൾസിൻ്റെ യൂണിയനാണ്. പക്ഷേ അതിലൊന്നും കോമൺ എഡ്ജില്ല. കാരണം ഒന്ന് റിമൂവ് ചെയ്തിട്ടാണ് വേറൊന്നും ഉണ്ടാക്കുന്നത്, ഒന്നിൽ എഡ്ജ് റിമൂവ് ചെയ്തിട്ടാണ് വേറൊരു സൈക്കിൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കോമൺ ആയിട്ട് എഡ്ജ് വരുന്നില്ല എന്ന് പറഞ്ഞാൽ എഡ്ജ് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള സൈക്കിൾസിൻ്റെ യൂണിയൻ ആയിരിക്കും ഗ്രാഫ് എന്നുള്ള തേർഡ് പാർട്ട്, മൂന്നാമത്തെ ഭാഗം പ്രൂവ് ചെയ്യാം. ഓക്കെ, അതാണ് എൻ്റെ പ്രൂഫ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. സപ്പോസ് 2 ഹോൾസ് എന്ന് പറഞ്ഞാൽ എല്ലാ വെർട്ടിക്സും ഈവൻ ഡിഗ്രിയാണ്. സിൻസ് ഗ്രാഫ് ഈസ് കണക്റ്റഡ്, നോ വെർട്ടിക്സ് ഓഫ് ഡിഗ്രി 0, സോ മിനിമം ഡിഗ്രി ഡെൽറ്റ ഗ്രേറ്റർ ദാൻ ഓർ 2 ആണ്. അതുകൊണ്ട് വി ഹാവ് ദ റിസൾട്ട് ദാറ്റ് ജി കണ്ടെയ്ൻസ് എ സൈക്കിൾ, that cycle says C1. We remove the edges of C1 from G minus E of C1, and then we may have some isolated vertex there. Remove that vertex also, remove the isolated vertices also if any, and let G1 be the resulting graph. ബാക്കി വരുന്ന ഗ്രാഫ് G1 ആണ്. ആ ഗ്രാഫിൻ്റെ പ്രത്യേകത അതിൻ്റെയും മിനിമം ഡിഗ്രി എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കും. അതുകൊണ്ട് സൈക്കിൾ ഉണ്ടാവും. ഡിഗ്രി 2 ഇച്ച് ഈസ് ഡിമിനിഷ്ഡ്, and we have a delta of G1 is also greater than or equal to 2. So G1 contains a cycle C2, and the process continues from G1 minus E of C2. G1 എന്ന് പറഞ്ഞ ഗ്രാഫിൽ നിന്ന് എഡ്ജസ് റിമൂവ് ചെയ്തു, ആൻഡ് റിമൂവ് ദ ഐസൊലേറ്റഡ് വെർട്ടിക്സ് ഓൾസോ, അല്ലേ? അപ്പോൾ ഒരു G2 എന്ന് പറഞ്ഞ റിസൾട്ടിങ് ഗ്രാഫ് വരും. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും അണ്ടിൽ വി ഗെറ്റ് എൻ എംറ്റി ഗ്രാഫ് വിത്ത് നോ വെർട്ടെക്സ്. ഗ്രാഫ് എംറ്റി ഗ്രാഫ് അവസാനിക്കും. അപ്പോൾ ഡ്യൂറിങ് ദ പ്രോസസ് ഓൺലി ആഫ്റ്റർ the removal of edges of a cycle, the new cycle is formed. So the cycle C1, C2, etc. C are all edge disjoint, and it follows that G is the union of these cycles, which proves 3. Okay, ഇതാണ് 2 implies 3 എന്ന് പറഞ്ഞ റിസൾട്ട്. ഇനി നമുക്ക് അടുത്ത റിസൾട്ടിലേക്ക് പോകാം. 3 implies 1. 3 എന്ന് പറഞ്ഞാൽ സപ്പോസ് G is an edge disjoint union of cycles. Since any cycle is an Euler tour, ഏത് സൈക്കിൾ എന്താണ്? സൈക്കിൾ മാത്രം വിചാരിച്ചാൽ ആ സൈക്കിൾ അതിൻ്റെ എല്ലാ വെർട്ടിക്സിലൂടെയും പോകുന്നുണ്ട്, എല്ലാ എഡ്ജസിലൂടെയും ഒരു പ്രാവശ്യം മാത്രം പോകുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട് എന്ന അർത്ഥത്തിൽ ഏതൊരു സൈക്കിൾ എടുത്താലും അതൊരു Euler ടൂറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ 3 എന്ന് പറഞ്ഞാൽ അസ്യൂം ചെയ്തുകൊണ്ട് ആ എഡ്ജ് ഡിസ്റ്റോയിൻ്റ് യൂണിയൻ ഓഫ് സൈക്കിൾസ് ആണല്ലോ ഗ്രാഫ്. അപ്പോൾ അതിൽ സൈക്കിൾസ് ഉണ്ട് എന്നതുകൊണ്ട് G കണ്ടെയ്ൻസ് എൻ ഓയിലേറിയൻ സബ് ഗ്രാഫ്. ജിയിൽ ഒരു ഓയിലേറിയൻ സബ് ഗ്രാഫ് ഉണ്ടെന്ന് കിട്ടി. ഓക്കെ, ലെറ്റ് G1 ബി എ ലോങ്ങസ്റ്റ് ഓയിലേറിയൻ സബ് ഗ്രാഫ് ഓഫ് G എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എഡ്ജസ് ഉള്ള ഒരു ഓയിലേറിയൻ സബ് ഗ്രാഫ്. അപ്പോൾ സബ് ഗ്രാഫ് ഉണ്ടെന്നുള്ളത് ഓക്കെ കിട്ടി, കാരണം സൈക്കിളൊക്കെ ഒരു ഓയിലർ ടൂറാണ്. അതുകൊണ്ട് സൈക്കിൾസിൻ്റെ യൂണിയനായിട്ടാണല്ലോ ഗ്രാഫ് അസ്യൂം ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിൽ ഓയിലർ ടൂർ അല്ലെ ഓയിലേറിയൻ ഗ്രാഫ് സബ് ഗ്രാഫായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ G1 എന്ന് പറഞ്ഞൊരു സബ് ഗ്രാഫ് എടുക്കുകയാണ്. ലോങ്ങസ്റ്റാണ്, ഏറ്റവും കൂടുതൽ എഡ്ജസ് ഉള്ളൊരു സബ് ഗ്രാഫ് എടുത്തു. നമ്മൾ കാണിക്കും ഈ G1 തന്നെയാണ് G1 ഈക്വൽ ടു G ആണ്. സോ ദാറ്റ് G ഓയിലേറിയനായി, കാരണം G1 ഓയിലേറിയനാണ്. അപ്പോൾ അതിൻ്റെ വിച്ച് പ്രൂവ്സ് 1. ഓക്കെ, ഇനി നമുക്ക് ഇതാണ് കാണിക്കേണ്ടത്, G1 ഈക്വൽ ടു G എന്നാണ് കാണിക്കേണ്ടത്. പക്ഷേ അതിന് കോൺട്രഡിക്ഷനായിട്ട് ബൈ കോൺട്രഡിക്ഷൻ സപ്പോസ് G1 നോട്ട് ഈക്വൽ ടു G. അപ്പോൾ G2 എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം എടുക്കുക, Gയിൽ നിന്ന് ഈ G1ൻ്റെ എഡ്ജസ് അങ്ങ് ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളത് G2 എടുക്കുക. അപ്പം ബൈ തേർഡ് പ്രോപ്പർട്ടി, each vertex of G is of even degree greater than or equal to 2. By 3, each vertex of G is of even degree greater than or equal to 2. And since G1 is Eulerian, each vertex of G1 is also of even degree greater than or equal to 2. So each vertex of G2 is of even degree
പക്ഷേ G2 ഈസ് നോട്ട് ടോട്ടലി ഡിസ്കണക്റ്റഡ്. കാരണം G1 G2 ഈക്വൽ അല്ല. ഈക്വൽ ആണെങ്കിലല്ലേ ഒന്നിൻ്റെ പിന്നെ G1ൻ്റെ എഡ്ജ് ഡിലീറ്റ് ചെയ്താൽ പിന്നെ എല്ലാ എഡ്ജും പോയി പോവുക. ഈക്വൽ അല്ല എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് സിൻസ് G2 ഈസ് നോട്ട് ടോട്ടലി ഡിസ്കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ തീരെ എഡ്ജില്ലാതായി പോവില്ല. എല്ലാ എഡ്ജും തീരെ എഡ്ജില്ലാത്തതാണ് ടോട്ടലി ഡിസ്കണക്റ്റ്. അപ്പോൾ കുറച്ച് എഡ്ജും ഉണ്ടാവും. കാരണം G നോട്ട് ഈക്വൽ ടു G1 ആണ്. മാത്രമല്ല G കണക്റ്റഡ് ആണ്. അതുകൊണ്ട് G2 contains a cycle C having a vertex U in common with G1. അതാണ് കോൺട്രഡിക്ഷൻ. അപ്പം now starting at U and describing along G1 the Euler-Tour G1 and then describing along C and back to U, we get an Euler-Tour longer than the Euler-Tour along G1, a contradiction. അപ്പോൾ ഇങ്ങനെയുള്ള കോൺട്രഡിക്ഷനിലെത്തും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ് G ഈക്വൽ ടു G1 ആണ് എന്ന് പറഞ്ഞാൽ ജിയും ഓയിലേറിനാണെന്ന് കൺക്ലൂഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് നോക്കാം ഒരു ഗ്രാഫിലൂടെ നോക്കാം. അതായത് ഇപ്പം ഇതിൽ പറഞ്ഞു ബൈ 3 എഡ്ജ് ഡിസ്റ്റോയിൻ്റ് യൂണിയൻ ഓഫ് സൈക്കിൾസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ സൈക്കിളും എന്താണ് ഓയിലർ-ടൂർ ആണ്. അതുകൊണ്ട് ഗ്രാഫിൽ ഓയിലർ-ടൂർ സബ് ഗ്രാഫായിട്ട് വരും എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ G1 എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ ഒരു സബ് ഗ്രാഫാണ്, സച്ച് സബ് ഗ്രാഫ്. അതാണ് നമ്മൾ G1 എടുക്കുന്നത്. അപ്പോൾ ഓയിലേറിയൻ സബ് ഗ്രാഫാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വലുത് ഒരു ഓയിലേറിയൻ സബ് ഗ്രാഫ് എടുത്തു G1. എന്നിട്ട് ഇതിൻ്റെ എഡ്ജസൊക്കെ ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ബാക്കിയുള്ള ഒരു ഭാഗമാണ്. കാരണം ഇത് ഓയിലേറിനായതുകൊണ്ട് എല്ലാത്തിനും ഡിഗ്രി ഈവൺ ആയിരിക്കും. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്തിൻ്റെയും ഡിഗ്രി എന്തായിരിക്കും? ഈവൺ ആയിരിക്കും. കാരണം ഇവിടെ ഒരു ഡിസ്ജോയിൻ്റ് ആയിട്ട് കിടക്കാൻ പറ്റില്ല. ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ ഡിസ്ജോയിൻ്റ് ആയിട്ട് കിടക്കാൻ പറ്റില്ല. ഗ്രാഫ് കണക്റ്റഡ് ആണല്ലോ. അപ്പോൾ ഇങ്ങനെ കിടക്കാൻ പറ്റില്ല. അപ്പോൾ കോമൺ ആയിട്ട് ഒരു വെർട്ടക്സ് ഉണ്ടാവണം. ഇതിന് ഒരു യു എന്ന് പറഞ്ഞ വെർട്ടക്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇതെന്തായാലും ഇവിടെ ജോയിൻ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ ഇത് റിമൂവ് ചെയ്ത് ഇതിൻ്റെ എഡ്ജസ് റിമൂവ് ചെയ്താലും നമ്മൾ റിമൂവ് ചെയ്താലും ബാക്കി വരുന്ന ഭാഗം എന്തായിരിക്കും? ബാക്കി വരുന്ന ഭാഗത്ത് എല്ലാ വെഡ്ജസിൻ്റെയും ഡിഗ്രി എന്തായിരിക്കും? 2 ആയിരിക്കും. 2ൽ കൂടുതലായിരിക്കും. കാരണം ഒരു കോമൺ വെർട്ടക്സ് ഉണ്ടാകും. എല്ലാ വെഡ്ജസിൻ്റെയും ഡിഗ്രി 2 കൂടുതലായിരിക്കും. കാരണം കോൺവേഴ്സ് അസംഷൻ അങ്ങനെയാണ്. എഡ്ജ് ഡിസ്റ്റോയിൻ്റ് യൂണിയൻ ഓഫ് സൈക്കിൾസ് ആണ്. അപ്പോൾ സൈക്കിൾസ് ആയതുകൊണ്ട് എല്ലാത്തിനും ഡിഗ്രിയാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്താ വെച്ചാൽ ഇതിൽ എന്തുണ്ടാവും? ഒരു ഓയിലർ-ടൂർ ഇതിലുണ്ടാവും. അതാണ് നമ്മൾ പറഞ്ഞ C1. പിന്നെ ഈ പറഞ്ഞ ഭാഗത്തും റിമൂവ് ചെയ്ത ഭാഗത്തും ഉണ്ടല്ലോ ഏറ്റവും വലുതാണെന്ന് വിചാരിച്ചെടുത്തല്ല, ഏറ്റവും വലുതാണെന്ന് പറഞ്ഞ് G1 എടുത്തു. അപ്പോൾ ഈ യുവിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ G1ൻ്റെ ഓയിലർ-ടൂറിലൂടെ പാസ് ചെയ്ത് വന്ന് യുവിലെത്തി, വീണ്ടും C1ൻ്റെ ഉള്ളിൽ പാസ് ചെയ്ത് വീണ്ടും യുവിലെത്തി. അത് എല്ലാ വെഡ്ജസും കവർ ചെയ്യുന്ന ഒരു ഓയിലർ-ടൂറാണ്. പക്ഷേ ലോങ്ങർ ദാൻ G1 ആണ്. ആ ഒരു കോൺട്രഡിക്ഷൻ വരും. അതുകൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കും? ഇങ്ങനെ G ഈക്വൽ ടു G1 തന്നെയാണ്. അപ്പോൾ G1 ഓയിലേറിയൻ ആയതുകൊണ്ട് ജിയും ഓയിലേറിയനാണ്. നമ്മൾ എടുത്തത് G നോട്ട് ഈക്വൽ ടു G1 ആണ്. G നോട്ട് ഈക്വൽ ടു G1 ആണെങ്കിൽ മാത്രമേ എഡ്ജ് ബാക്കിയുണ്ടാവും. Gന്ന് ഈ G1ൻ്റെ എഡ്ജ് ഡിലീറ്റ് ചെയ്താൽ ബാക്കി എഡ്ജ് ഉണ്ടാവുന്നത്, ഇവിടെ കുറച്ച് എഡ്ജ് ഉണ്ടല്ലോ, ഉണ്ടാവുന്നത് ഇങ്ങനെ അസ്യൂം ചെയ്തുകൊണ്ടാണ്. പക്ഷെ അങ്ങനെ അസ്യൂം ചെയ്തപ്പോൾ വീണ്ടും നമുക്ക് ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ കണക്ട് ആകുമ്പോൾ കോമൺ വെർട്ടക്സ് വരും. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗത്തും എല്ലാം ഈവൻ ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് അവിടെ ഒരു ഓയിലർ-ടൂർ ഉണ്ടാവും. പിന്നെ ഇത് രണ്ടും കൂടി ഇങ്ങനെ ഒരുമിച്ചെടുത്ത് വരുമ്പോൾ മറ്റേ G1നേക്കാൾ വലിയ ഒരു ഓയിലർ-ടൂർ ഉണ്ടാവുന്നുള്ളൊരു ഇതിൽ വരും. അങ്ങനെ കോൺട്രഡിക്ഷൻ വരുന്നതുകൊണ്ട് ഇത് ശരിയാവില്ല. G ഈക്വൽ ടു G1 ആയിരിക്കും. അതുകൊണ്ട് G1 ഓയിലേറിനാണ്. അപ്പോൾ G ഓയിലേറിനായിരിക്കും എന്ന രീതിയിലാണ് റിസൾട്ട് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ.